കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഒരു 6:40 ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് എൻ്റെ മുറിയുടെ ബാൽക്കണിയിൽ ദൈവത്തിനോടൊന്ന് 2 വർത്തമാനം പറയാം, സംസാരിക്കാം, ഒരു സംഭാഷണം നടത്താം, നന്ദി പറയാം, സ്നേഹിക്കുന്നു എന്ന് പറയാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ വന്നിരിക്കുകയാണ്. ഒരു കുയിലിൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റ് പല ബേർഡ്സും എനിക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രഭാതത്തിൽ ഒരു CSAക്കാരുടേതാണെന്ന് തോന്നുന്നു ഒരു പാട്ടുണ്ട്, മനമേ പക്ഷിഗണങ്ങളോണ ഗീതങ്ങൾ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ പക്ഷികൾ എഴുന്നേറ്റ് ദൈവത്തിനെ സ്തുതിക്കും എന്ന് പറയുന്നുണ്ട്. ഇതാ നിങ്ങളെന്തോ ഒരു കുയിലാണെന്ന് തോന്നുന്ന ഒരു സ്വരം കേൾക്കുന്നുണ്ട്. മറ്റ് പല പക്ഷികളുടെയും സ്വരം കേൾക്കുന്നുണ്ട്. അതാ കേട്ടല്ലോ. അവിടെ വേറെയും സ്വരമുണ്ട്. ഞാൻ 8ാം നിലയിലാണെങ്കിലും താഴെ പട്ടി കുറയ്ക്കുമ്പോൾ നമുക്ക് നല്ലതായിട്ട് ഒച്ച കേൾക്കുന്നുണ്ട്. ഇവിടെ റോഡാണ്, അപ്പം ധാരാളം പട്ടികളൊക്കെ അതിലൊക്കെ നടക്കുന്നത് കാണാം. വീടുകളിലെ വളർത്തുന്നതുമുണ്ട്, അല്ലാതെ ഉള്ളതുമുണ്ട്. നമ്മൾ സാധാരണ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്രമാത്രം കംപ്ലൈൻറ്റ് നമ്മൾ പറയാം, ഭർത്താക്കന്മാരോട് പറയാം, നിങ്ങൾ എനിക്ക് ഒരാണ്ടിലെങ്കിലും ഒരു സാരി മേടിച്ച് തരുമോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, എന്നിട്ട് നിങ്ങൾ എത്ര സാധനം മേടിച്ചു തന്നു, എത്ര സ്വർണം മേടിച്ചു തന്നു, എത്ര മാല മേടിച്ചു തന്നു. അതേസമയത്ത് അങ്ങാപ്പുറത്തെ അവരുടെ ഭർത്താവ് എല്ലാ മാസവും മാല മേടിച്ചു, എല്ലാ മാസവും സാരി മേടിച്ചു കൊടുക്കും. ഒരു വർഷത്തിൽ എന്തെങ്കിലും ഒരു സ്വർണം എടുത്ത് കൊടുക്കാറില്ല. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്ക് ഇതുപോലുള്ള എത്രയോ കാര്യങ്ങൾ നമ്മളെ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ സ്വരം കേൾക്കുക മാത്രമല്ല, പ്രാവുകൾ ഒക്കെ പറന്നു പോകുന്നുണ്ട്. രാവിലെ ഏറ്റവും നല്ല ഒരു സമയമാണ് നമുക്ക് ദൈവം തന്ന ഈ ഒരു പുതിയ ദിവസത്തിനായിട്ട് നന്ദി പറയാന്നുള്ളത്. കാരണം ഇതെല്ലാവർക്കും കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ. ഈ ജോസ്പിനെ എന്തിനാ എപ്പോഴും ഇങ്ങനെ മരണത്തെക്കുറിച്ച് പറയുന്നു? കാരണം ആളെഴുന്നേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. It is a bit of plenty of it was inside. എന്നെ കണ്ടിട്ടില്ല അവിടെ കിടക്കുന്ന സ്ഥലത്ത്, അന്നേരം തിരഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇല്ലായ്മകളെക്കുറിച്ച് അവരവിടെ ഇന്നലെ റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിച്ചു. എൻ്റെ അവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ ഒരു പിക്നിക്കിന് പോയി, അവരൊരു മൂന്നാറിൽ പോയി, അല്ലെങ്കിൽ അവർ തായ്ലൻഡിന് പോയി, സിംഗപ്പൂർ പോയി. പ്രിയ മക്കളെ, നമ്മൾ എത്രമാത്രം ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ച് കൊണ്ടിരിക്കുന്നു, അതിനെ കംപ്ലൈൻറ്റ് പറയുന്നു. പക്ഷേ ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ കിട്ടിയ നന്മകളെ, അപ്പോൾ ആ മൊമെൻറ്റിൽ കിട്ടിയ നന്മകളെ നമുക്ക് ഓർക്കാനോ അതിനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാനോ അത് തന്ന ആൾക്കാർക്ക് നന്ദി പറയാനോ നമുക്ക് കഴിയാതെ പോകും. ഒരു മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റ് ഇന്ന് ഈ നിമിഷം, ഇന്ന് 20-ാം തീയതിയാണ്, ഫെബ്രുവരി 26, 2026. ഈ മൊമെൻറ്റ് എൻ്റേതാണ്. ഇതെനിക്ക് ഒരു ഗ്ലാസ് വിസ്കി അടിച്ചുകൊണ്ട് ഇവിടെയൊക്കെ ബാറൊക്കെ രാവിലെ തുറക്കണമെന്നൊക്കെയാണ് ഇപ്പം പറയണത്. എവിടെയെങ്കിലും ഇരിക്കാം, നടക്കാൻ പോകാം, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കാം, അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായത് രാവിലെ എഴുന്നേറ്റ് ദൈവം തന്ന ഈ പുതിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയാന്നുള്ളത്. രാത്രി ഇന്നലെ മക്കളെ കിടക്കാൻ പോയ പലരും ഇന്നില്ല. ഈ സൂര്യൻ്റെ ഉദയം ഇപ്പോൾ ഉദിച്ചിട്ടില്ല, എന്നാലും ഏതിലേലും വരും. ഇപ്പോൾ ചില മിസ്റ്റി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ഉദയം കാണാതെ പോയ എത്രയോ പേരുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെപ്പോലെ തന്നെ ഉറങ്ങാനായിട്ട് അവരും കയറിയതാണ്. പക്ഷേ പല കാരണങ്ങളാൽ ഇനിയിപ്പോൾ ഈ ലോകത്തൊന്ന് വേർപെട്ട് പോയിട്ടില്ലെങ്കിലും പലരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അതറിയാവില്ല, പകൽ പറക്കുന്ന അസ്ത്രത്തെയും മഹാമാരി വരും രാത്രിക്ക്. നമുക്ക് വരുന്ന ഈ അസ്ത്രങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കീർത്തൻ ദാവീദ് ഉദ്ദേശിക്കുന്നത്
രോഗങ്ങളാണ്, അനാപത്തുകളാണ്, ഘോരമായ രാത്രിയിൽ സംഭവിക്കാവുന്ന ചില അനർത്ഥങ്ങളാണ്. നമ്മൾ മാത്രം സുഖക്കേട് പിടിച്ചില്ലെങ്കിൽ അതല്ല, നമ്മൾക്കുള്ളവരും കൂടെ എന്തെങ്കിലും അസുഖം പിടിക്കാതെ, ഇപ്പം നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ മുറിയിൽ കൂടെ എല്ലാം ഓടി നടക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഭർത്താവ് ഓഫീസിൽ പോകാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ, അല്ല ജോലിക്ക് പോകാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ, ബിസിനസ്സിന് പോകാൻ തയ്യാറാവുന്നുണ്ട്, നിൻ്റെ പേരൻസ് നിൻ്റെ കൂട്ടത്തിലുണ്ട്, അല്ല ഒരാൾ മുറ്റം ഓടിക്കുന്നുണ്ടാകാം, അല്ല ഒരാൾ ജോലിക്കാരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ടാകും, കുട്ടികളുടെ സ്കൂളിലൊരുക്കാൻ നിൽക്കുന്നത്, നന്ദി പറയണം. അതൊരു വലിയ കൃപയാണ്. കാരണം ഈ ഒരു ശ്വാസം മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നന്ദി പറയാനിട പറ്റാതെ പോകും. നമ്മൾ നന്ദി പറയേണ്ടത് ഓരോ ശ്വാസത്തിനുമാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇനിയിപ്പം നേരമൊന്നുമില്ല. ഈ ഓരോ ശ്വാസത്തിനും ഇങ്ങനെ ഒരു ശ്വാസം എടുക്കുമ്പോൾ നന്ദി യേശു, ഒരു ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ അങ്ങനല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ശ്വാസവും ജീവനാണ്, ഓരോ ശ്വാസവും ദൈവത്തിൻ്റെ ദാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ശ്വാസം പോയ സാധനത്തിനല്ലേ ബടിയായി എന്ന് പറയുന്നത്, മരിച്ചു എന്ന് പറയുന്നത്, വേർപെട്ട് പോയെന്ന്. ചില പെന്തക്കോസ്തുകാർ കടന്നു പോയി എന്ന് പറയും. അവരങ്ങ് കടന്നങ്ങ് പോയി ഈ ലോകത്തുനിന്ന് മറ്റേ ലോകത്തോട്ട്. ചിലർ പറയും അകാല മൃത്യു വരിച്ചെന്ന് പറയും. അതങ്ങനെ ഓരോരുത്തരോരോ ഭാഷകളാണ് പറയുന്നത്. പക്ഷേ കാര്യം ഒന്ന് തന്നെയാണ്, ആൾ തീർന്നു. അപ്പം നമുക്ക് നന്ദി പറയാൻ അവസരം എവിടെയാണുള്ളത്? നമ്മൾ ഈ ശ്വാസമാണ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാനമാണെന്ന്? അല്ലേ, ശ്വാസം ജീവനാണെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നൊക്കെ മനസ്സിലായോ? ശ്വാസം ജീവനാണെന്ന് പറയാൻ ഇതേ ഒരു മണ്ണും കൊണ്ട്, ഒരു കളിമണ്ണും കൊണ്ട്, ഒരു പ്രതിമ പോലെ, മൂർത്തി പോലെ, ഒരു സ്റ്റാച്യു പോലെ ഒരെണ്ണത്തിനെ വാർത്തുണ്ടാക്കി അതിനെ നമുക്ക് നമ്മുടെ ഛായയിൽ ത്രിയേക ദൈവം പറഞ്ഞു എന്ന് പറയുന്നത്. ആരൊക്കെയാണ് പറഞ്ഞത്? അവർ പരസ്പരമാണ് പറഞ്ഞത്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും കൂടെ ചേർന്നിട്ടാണ് പറഞ്ഞത്. നമുക്ക് നമ്മളുടെ ഛായയിൽ ആരോടാ പറഞ്ഞേ? പിതാവായ ദൈവം മറ്റു രണ്ടുപേരോട്, അതായത് തൻ്റെ ഏകസത്തയായ പരിശുദ്ധാത്മാവിനോടും കർത്താവായ തൻ്റെ പുത്രൻ ആയി ജനിക്കാനിരുന്ന ആ ഈശോയോടുമാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഛായയെ നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കാം, എന്നിട്ട് അതിന് മനുഷ്യനായി, അത് മനുഷ്യന് പേര് കൊടുത്തു. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന മൂർത്തിയായിരുന്നു. ഇപ്പോൾ ഗാന്ധി പ്രതിമ എന്ന് പറഞ്ഞാൽ, ഞാൻ കോട്ടയത്താണുള്ളത്, ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടന്ന ഗാന്ധി പ്രതിമ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അതുകൊണ്ട് ഈ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളും, സൗത്ത് ആഫ്രിക്കയിലും അദ്ദേഹത്തിൻ്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. ക്രൈസ്തവരോട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ പ്രതിമ വെറും പ്രതിമയാണ്, അത് മരിച്ച ഒരാളുടെ പ്രതിമയാണ്. പക്ഷേ ഈ എന്ന് പറയുന്ന ആദ്യ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അതിന് വേറൊരാളുമായിട്ട് താരതമ്യപ്പെടുത്താനില്ലായിരുന്നു. ഏറ്റവും യുണീക്കായിട്ടുള്ള ഒരു കാര്യത്തെ, അതെങ്ങനെയാണ് നമുക്ക് യുണീക്ക് എന്ന് പറയാൻ പറ്റുന്നത്? ആദം യുണീക്കാണെന്ന് മനസ്സിലായത് നമ്മുടെ ഈവിനെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദത്തിനോട് ഈശോ പറഞ്ഞു, മുൻവശത്ത് ദൈവം സൃഷ്ടിച്ച എല്ലാ ജന്തുജാലങ്ങളെയും മുൻവശത്ത് കൂടെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ഒരാളെ നീ നിൻ്റെ തുണയായിട്ട് എടുത്തോളൂ. പുള്ളിക്കാരൻ നോക്കിയോ, ഒന്നിനും ഒരു കോലത്തിലില്ലാത്ത, ഒരെണ്ണം 4 കാലിൽ, ഒരെണ്ണം 2 കാലിൽ, കങ്കാരു, പിന്നെ ഒരെണ്ണം ചാടി നടക്കുന്നു, ഒരാളും പറന്ന് നടക്കുന്നു. അപ്പോൾ ഇതിനൊന്നിനും ഭാര്യയായിട്ട് എടുക്കാനായിട്ട് ആദ്യം തോന്നിയില്ല. ആദം പിന്നെ ഭാര്യയായിട്ട് എടുത്തത് തൻ്റെ തന്നെ നാരി, അല്ലേ, തൻ്റെ തന്നെ എല്ല് വലിച്ചൂരി, ദീർഘനിദ്ര കൊടുത്തു, എല്ല് വലിച്ചൂരി, അതിൻ്റെ രൂപസാമീപ്യമുള്ള ഒരു സ്ത്രീയെ നിർമ്മിച്ച് മുൻവശത്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പം ഒരു സംശയമില്ലായിരുന്നു. അപ്പം തന്നെ ഹീ ഫെൽ ഇൻ ലവ് വിത്ത് ഈവ്. അപ്പം തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഫ്ലാഷല്ല ഫ്ലാറ്റായി, അതല്ലേ പറയണത്. അപ്പോൾ അങ്ങനെ ഫ്ലാറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനെ സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? പക്ഷേ പറയാൻ വന്നത് ഇതല്ല. ആദം അങ്ങനെ അവിടെ മൂർത്തി പോലെ നിന്നെങ്കിൽ ഈവിനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിട്ടാലും വിശേഷമില്ല, ഏതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ആദത്തിൻ്റെ മൂക്കിലേക്ക് ഒരു ശ്വാസം മൂക്കി. അത് ഞാൻ നല്ലൊരു ടോക്ക് ഇട്ടിരുന്നു, യാഹ്വേ എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് അപ്പം ആ യാവേ തന്നെയാണ്, തൻ്റെ ശ്വാസമാണ് മൂക്കിലൂതിയത്. അല്ലാണ്ട് കാറ്റ് അടുപ്പിച്ച് കയറ്റുകയല്ലായിരുന്നു. നമ്മളെ ചില ബലൂണിനകത്തൊക്കെ കാറ്റ് കയറ്റുന്നത്, അങ്ങനത്തെ കാറ്റല്ല കയറ്റിയത്. തൻ്റെ തന്നെ
അവൻ്റെ മൂക്കിലേക്ക് ഊതി എന്നാണ് പറയണത്, അല്ലാതെ കാറ്റടിച്ച് കയറ്റി എന്നല്ല പറയുന്നത്. ഈ ബലൂൺ ഇങ്ങനെ പമ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ടയറുകൾ ഒക്കെ പമ്പ് ചെയ്തെടുക്കുന്ന കണക്ക് അങ്ങനെ ടയർ എയർ ഫില്ല് ചെയ്യുന്ന കണക്ക് അങ്ങനെയല്ല. സ്വന്തം ശ്വാസം പിതാവായ ദൈവം ആദം എന്ന കളിമണ്ണിലേക്ക് ഊതിയപ്പോൾ അവിടെ ജീവനുണ്ടായി. അത് ജീവൻ വെച്ച് അത് മൂവ് ചെയ്യാൻ തുടങ്ങി. അത് ഊതിയ ആ ശ്വാസം അകത്തോട്ട് വലിച്ചെടുത്ത് അത് ശ്വാസം വലിച്ചു തുടങ്ങി. ആ ശ്വാസമാണ് ഞാൻ പറയുന്നത്. ആ ശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അന്നായിരുന്നു ആദത്തിന് കൊടുത്തപ്പോൾ അതൊരു ദാനമായിരുന്നു. ദൈവത്തിൻ്റെ തന്നെ ജീവനാണ് ആദത്തിൽ പ്രതിഫലിപ്പിച്ചത്, കൊടുത്തത്, പ്രതിഫലിപ്പിച്ചത്. അപ്പോൾ ആ ജീവൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതാ ഒരു കിളി അതിലെ ഓടിപ്പോയി പറന്നുപോയി. അപ്പോൾ എത്രമാത്രം നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കണം. നന്ദി പറയണം. ഓരോ ശ്വാസത്തിലും നന്ദി പറയണം. ശ്വാസമില്ലാത്തത് മൃതരായിട്ടുള്ള ആൾക്കാരാണ്, ജീവനില്ലാത്തവയായി പോകുന്നു. പ്രിയപ്പെട്ട സഹോദരി, നീ ഇന്ന് എഴുന്നേറ്റിട്ട് ഞാനിപ്പോൾ എവിടെ വന്നിരിക്കും, എനിക്കറിയാം ഒരു 98% ആൾക്കാർക്കും, പ്രത്യേകിച്ച് നമുക്ക് സ്ത്രീകൾക്ക് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിരുന്ന കഥ പറയാനായിട്ടുള്ള സമയമില്ല. നിങ്ങളിപ്പം ഇത് ഞാൻ ഇടുമ്പോഴത്തേക്ക് പലരും രാവിലെ അല്ല 4-ന് എഴുന്നേറ്റിട്ടും ഈയിടെ പത്രത്തിലൊന്ന് വായിക്കാനിടെ ഒരു തൊഴിലുറപ്പ് പുള്ളിക്കാരത്തി 52 വയസ്സുണ്ട്. രാവിലെ പോകാനുള്ള പുറപ്പാട്ടിന് വേണ്ടിയിട്ട് വീട്ടിലെ മറ്റു പണികളും ചെയ്യുന്നതിന് മുറ്റം അടിക്കാൻ ഇറങ്ങി. അവിടെ കിടക്കുന്നു ഒരു പാമ്പ്. ആ പാമ്പ് രാത്രി തന്നെ എൻ്റെ മാളത്തിൽ കയറേണ്ടതാണ്, പക്ഷെ അത് പോയില്ല. കരിയില ഉണ്ടായിരുന്നു. അപ്പോൾ കരിയിലയുടെ കളറും പാമ്പിൻ്റെ കളറും ഒക്കെ മിക്കവാറും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതവിടെ കിടന്നിരുന്ന സ്ത്രീ കണ്ടില്ല, കാലിൽ കടിച്ചു. അയൽവക്കക്കാരെല്ലാം കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു, ഓടി വന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി. അത് അപ്പം തന്നെ മരിച്ചുപോയി. മൂർഖൻ പാമ്പൊക്കെ ആണെങ്കിലും കയറി കടിച്ചു കഴിഞ്ഞാൽ വളരെ ദേഷ്യത്തോടു കൂടെയാണ് കടിക്കുന്നത് പാമ്പ് നമ്മളെ. അപ്പോൾ അതിൻ്റെ വിഷം മുഴുവനും നമ്മുടെ ശരീരത്തെത്തും. അതുകൊണ്ട് മരിച്ചു. അപ്പോൾ ബാബാ സുരേഷ് അതിനൊരു കമൻറ്റ് താഴെ ഇട്ടിരുന്നു, ഇപ്പം ചൂട് പിടിച്ചിട്ട് ഇത് നിങ്ങൾക്ക് തണുപ്പ് ആവശ്യമുള്ളപ്പോഴത്തേക്ക് തണുപ്പിൻ്റെ അടിയിലോട്ട് വന്ന് കിടക്കും. അതാണ് ഒരു ഇച്ചിരി മഞ്ഞിൻ്റെ ഒരു തണുപ്പ്. വൈകുന്നേരത്തെ രാത്രിക്കത്തെ അന്തരീക്ഷം ഈ ഇലയുടെ അടി കാണുമായിരിക്കും, തണുപ്പായിരിക്കും. അതുകൊണ്ട് അതവിടെ കിടന്നതാണ്, അല്ലാതെ ഇവരെ കടിച്ചു കൊല്ലാനില്ല. പക്ഷേ അതാണ് സംഭവിച്ചത്. രാവിലെ എഴുന്നേറ്റ് അവർ പോകുമ്പോൾ വിചാരിക്കുന്നുണ്ടോ, എത്രയോ പേരാണ് ഈയിടെ എല്ലാം ഷോർട്സ് ഞാൻ നോക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികൾ 19 വയസ്സുള്ളവർ, പ്രിയ മക്കളെ മരിച്ചുപോയി. അമ്മ പറയുന്നത് കേട്ടിട്ട് ചങ്ക് തകരുകയായിരുന്നു. എനിക്ക് ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആക്സിഡൻറ്റ് സ്ഥലത്ത് നിന്ന് ബസ് മറിഞ്ഞിട്ടോ കാറ് കൂട്ടിയിടിച്ചിട്ടോ ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായിട്ടോ ആക്സിഡൻറ്റ് സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്ന എല്ലാവരെയും പണിഷ്മെൻറ്റ് കൊടുക്കണം. എല്ലാവർക്കും പണിഷ്മെൻറ്റ് കൊടുക്കണം. 19 വയസ്സുള്ള സുന്ദരനായ ഒരു കൊച്ചു പയ്യൻ, ഒരു കുഞ്ഞു ചെറുക്കൻ, 19 വയസ്സെന്ന് പറയുമ്പം വളരെ യങ്ങാണ്. അവൻ ജീവിതത്തിലോട്ട് ടീനേജറാണ്. അപ്പോൾ ജീവിതത്തിലോട്ട് കാലെടുത്ത് കുത്തുന്നതേ ഉള്ളൂ. ആ കുഞ്ഞ് ബൈക്ക് അപകടത്തിൽ അവിടെ മരിച്ച് കിടക്കുമ്പോഴത്തേക്ക് ഏതോ വാഹനം ഇടിച്ചാണ്. എല്ലാവരും, കുറേ പേരവിടെയുണ്ട്, എല്ലാവരും ഒച്ച കേട്ടുകൊണ്ട് കൂടി എല്ലാവരും ചെയ്യാൻ ആഗ്രഹിച്ചത് അതിൻ്റെ വീഡിയോ എടുക്കണം, മരണത്തിൻ്റെ വീഡിയോ എടുക്കണം. പ്രിയ മക്കളെ, നമ്മുടെ ഈ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? മരിക്കുന്ന ഒരു കുഞ്ഞിനെ സഹായിക്കാനായിട്ട് അതിനൊരിട്ട് വെള്ളം വേണമായിരിക്കും. മരണത്തിൽ നിന്ന് ഞാൻ എന്നും പറയുന്ന സെയിൻറ്റ് ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്ന അതായത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു അവസ്ഥ, ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണ് ആത്മാവിന് ആ ശരീരത്തിനും എന്നാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് മരിക്കാനായിട്ട് മരണക്കിടക്കയിൽ കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി, മരണാസന്നരായി കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം അത് പറയുന്ന സമയത്ത് ഒരു കൊച്ചു പയ്യൻ അതിവേദന, ഒരു കൈ മുറിഞ്ഞ് നമുക്ക് എന്തിയാലും വേദനയുണ്ടോ? ഞാൻ ഈയിടെ ഇവിടെ കത്തികളൊക്കെ ഉപയോഗിക്കാണ്ട് കിടക്കായിരുന്നു. ഒരു വാക്കത്തി എടുത്ത് ഒരു തേങ്ങ കരിക്ക് ഞാൻ വാങ്ങിക്കൊണ്ട് വരും. നാട്ടിൽ വരുമ്പോൾ തിന്നാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വന്ന് വെട്ടി ഒറ്റ വെട്ട് എൻ്റെ ചൂണ്ടുവിരലിൻ്റെ ഇടത്തെ കയ്യിലെ ചൂണ്ടുവിരലിൻ്റെ ഒരു കാൽഭാഗം അങ്ങ് ഒരു ഒബ്ലീക്കായിട്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിറ്റേ ദിവസം പോയി ടെറ്റനസ് എടുത്തു. കാരണം ഇരുമ്പൊക്കെ ആയിട്ടിരിക്കുന്ന കത്തിയാണല്ലോ. അപ്പോൾ അന്നേരം തന്നെ എനിക്ക് പിളർന്നു. അത് ഭയങ്കരമായിട്ട് വേദന വരുന്നുണ്ടായി. ഞാൻ പിന്നെ അതിനെ നോക്കി ഊതി, ആ കൂടെ ഒരു കൈൻ്റെ ഒരു തുമ്പാണ്, പക്ഷേ വേദന എടുത്തു.
അപ്പോൾ ഈ മരണം അപ്പം നടന്ന, അതായത് റോഡിൽ കിടന്ന് 10 മിനിറ്റോളം ജീവന് വേണ്ടി പെടയുന്ന ഒരു വ്യക്തി അതിൻ്റെ വീഡിയോ എടുക്കുകയാണ്. ഭയാനകമായിട്ടുള്ള സംഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ കുഞ്ഞ് പോകുമ്പം അമ്മ വിചാരിച്ചോ ഷവ്മ പിന്നെ കാണാൻ പോകണം, ആ കുഞ്ഞ് വിചാരിച്ചോ എൻ്റെ ജീവൻ പോകുന്നു. വളരെയധികം ആൾക്കാർ, യൗവനക്കാരായിട്ടുള്ള ഈ ബൈക്കിൽ മാതാപിതാക്കൾ പോകുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഡെയിലി ഫീഡിങ് കൊടുക്കണം അവർക്ക്. ഡൽഹിയിൽ ഞാൻ ചില സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇവിടെ കേരളം ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ ദിവസത്തെ അപകടം ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. ഓരോ ഇൻ്റർസെക്ഷനിലും ഡിസ്പ്ലേയിൽ റെഡ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ മെയിനായിട്ടുള്ള ക്രോസ് റോഡ്സിലൊക്കെ അവർ വെക്കും, ഇന്ന് ഇവിടെ ഉണ്ടായ അപകടം ഇത്ര, മരണം ഇത്ര. അപ്പോൾ അത് കാണുമ്പോഴെങ്കിലും ഓടിക്കുന്ന ആൾക്കാർക്ക് ഒരു ബോധം ഉണ്ടാകും, മറ്റുള്ളവരെ കൊല്ലരുത്, ഞാനും മരണപ്പെട്ടു പോകരുതെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഡ്രൈവിങ് കഴിഞ്ഞ് ഒരിക്കൽ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ, ഡൽഹി വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ ഇപ്പം ഞങ്ങൾ ചൂടുകാലത്ത് ഇവിടെ അല്ല തണുപ്പ് കാലത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരുന്നവരെ ഹസ്ബൻഡ് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്ന് 2-3 മാസം നിന്ന് ക്രിസ്മസൊക്കെ, ന്യൂ ഇയറോ, മോളുടെ ബർത്ത്ഡേ 7-ാം തീയതി ജാനുവരിയാണ്, അപ്പോൾ അതൊക്കെ ആഘോഷിച്ചിട്ടൊക്കെ അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് പറഞ്ഞു മമ്മി, അപ്പോൾ ഞാൻ ഡ്രൈവിങ്ങൊക്കെ പഠിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ മോളെ സ്കൂളിൽ കൊണ്ടുവിടാനും ഒരു കാർ വേണം എന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവൾക്ക് 2 വയസ്സുള്ളപ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിച്ചത്. കാരണം 1 വർഷം കൂടെ കഴിയുമ്പം കുട്ടിയെ കാറിലോ പിന്നെ പ്രീ സ്കൂളിലൊക്കെ വിടണമല്ലോ. അങ്ങനെ പഠിച്ചു. അന്നേരത്തേക്ക് മോള് പറഞ്ഞു പപ്പ മമ്മിക്ക് കാറ് മേടിച്ച് കൊടുക്കും, ഞങ്ങൾക്ക് കാറ് മേടിച്ച് തന്നു. അന്നേരം പപ്പ പറഞ്ഞു ഇല്ല ഞാൻ കാറ് മേടിക്കത്തില്ല. ഇല്ല എൻ്റെ മമ്മി നല്ല അതവൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഞാനിവിടെ വന്നപ്പോഴൊക്കെ ഒരു കാറിൽ പ്രാക്ടീസിന് പോകുമ്പോൾ അവളും കൂട്ടത്തിലുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞ അടുത്ത വർഷം വന്നപ്പോൾ ഞാൻ അതേ ഡ്രൈവറുടെ കാറിൽ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം അന്നേരം മോള് പറഞ്ഞു മമ്മി നല്ല ഡ്രൈവറാണ്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മമ്മി നല്ല ഡ്രൈവറാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് മറ്റുള്ള ആൾക്കാരെ, മറ്റ് ഡ്രൈവേഴ്സിനെയാണ് വിശ്വാസമില്ലെന്ന്. ഒരു കണക്കിന്. എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ എന്നും ടാക്സിക്കല്ലേ പോകുന്നത്, നമുക്കൊരു ഉത്തരവാദിത്തമില്ല, 100 രൂപ ഡെയിലി കൊടുത്തിട്ടാൽ മതി, സ്കൂൾ മുറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കും, ടെലിഫോൺ ചെയ്ത് വിളിച്ചാൽ നമ്മുടെ വീടിൻ്റെ താഴെ വരും. അപ്പോൾ അതാ ഒരു കാര്യം ഞാൻ പറയാം. അപ്പം മരണം നമ്മളുണ്ടാക്കിയിട്ടല്ല വരുന്നത്, അത് മറ്റുള്ളവരുടെ അശ്രദ്ധ കൊണ്ടും കൂടിയാണ് പലരും മരിച്ചു പോകുന്നത്. അയ്യോ, റോഡിൽ പൊലിയുന്ന കുഞ്ഞ് ജീവിതങ്ങളെ ഓർത്ത് കേരളത്തിൽ വരുമ്പോഴാണ് ഈ ന്യൂസ് കാണുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഒത്തിരി അധികം വിഷമിക്കാറുണ്ട്. മാതാപിതാക്കളോട് എനിക്കൊരു അപേക്ഷയാണുള്ളത്. കുഞ്ഞുങ്ങളുടെ കയ്യിൽ ബൈക്കിൻ്റെ അല്ലെങ്കിൽ 2 വീലേഴ്സിൻ്റെ ഒക്കെ ചാവി കൊടുക്കുമ്പം അവനോട് ഒറ്റ കാര്യം പറയണം, അവനോടോ അവളോടോ ഒക്കെ പറയേണ്ടത് നീ മരിക്കരുത്, നീ മറ്റുള്ളവരെയും കൊല്ലരുത് എന്നുള്ള കാര്യം കൊടുക്കണം. അങ്ങനെ ഒരു കട്ടായം പറഞ്ഞ് വേണം. മമ്മി ഇവിടെ കാണാനായിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്, വൈകുന്നേരം തന്നെ ഈ വീട്ടിൽ വെച്ച് കാണാനാണ്, അല്ലെ ആസ്പത്രി വെച്ച് കാണാനല്ല, അല്ലെങ്കിൽ പിന്നെ വേറെന്താണ് ഒരു ജീവനില്ലാത്ത ആളെ കാണാനല്ല ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവർക്കൊരു ഇമോഷണലി ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും. നിങ്ങളങ്ങനെ ചെയ്തേക്കണം. കാരണം ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ മക്കളൊക്കെ പിന്നെ കഴിഞ്ഞവരിടയ്ക്ക് കുറച്ച് നാൾ മുന്നേ ഒരാൾ എന്നോട് പറയുമായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെ അച്ചായന്മാരുടെ തലമുറ നിന്ന് പോയെന്ന്. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. 19-ാമത്തെ വയസ്സിൽ, അതാ 18-ാമത്തെ വയസ്സിൽ കാർ മേടിച്ചു കൊടുക്കും, ബൈക്ക് മേടിച്ചു കൊടുക്കും. ബൈക്ക് മേടിച്ചു കൊടുത്താൽ ഏതെങ്കിലും വണ്ടിയുടെ അടിയിൽ എന്നത്. അങ്ങനെ ഒത്തിരി നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി. ഒരു ശാപമാല ആണെന്ന് അങ്ങനെ പറയുന്നുണ്ടായി. അപ്പം പ്രിയ മക്കളെ, ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ഓരോ ദിവസവും നന്ദി പറയണം. ബർത്ത്ഡേയുടെ അന്ന് നന്ദി പറഞ്ഞാൽ പോരാ. എന്തെങ്കിലും പെരുന്നാൾ വരുമ്പോഴോ ഈസ്റ്റർ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം പറയട്ടെ. ഈസ്റ്ററിന് കർത്താവ് ഈ ഈസ്റ്ററിന് ഞാനുണ്ട്, അടുത്ത ഈസ്റ്റർ എന്നെ ഞാൻ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങോട്ട് യാചിക്കുന്നു അടുത്ത ഈസ്റ്റർ വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും എൻ്റെ മകളും കൂട്ടത്തിലുണ്ടായിരിക്കണമെന്ന്. ഇത് നമുക്ക് ഗ്യാരണ്ടി ഉള്ളതല്ല, പക്ഷേ അങ്ങനെ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ ഓരോ വർഷം ഈ വർഷം ഇരിക്കുന്നിടത്തോളം അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ 150 വയസ്സായാലും പിന്നെ മരിക്കാണ്ടിരിക്കും. അങ്ങനെയല്ല, നമ്മുടെ സമയം വരുമ്പം ദൈവം എടുത്തോട്ടെ. പക്ഷേ ആ ഉള്ള സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ആ ജീവൻ്റെ ശ്വാസത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസം നിങ്ങളിതിനെ ഒന്ന് ചിന്തിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ഒരു ഞാൻ ഇപ്പോൾ ഇവിടെ കിളികളുടെയൊക്കെ സ്വരം കേൾക്കുന്നുണ്ട്, കോഴിയും കൂകുന്നുണ്ട്, കുയിൽ പാടുന്നുണ്ട്, ചെമ്പോത്തിൻ്റെ സ്വരം. ചില സമയത്ത് ഞാൻ ആരെങ്കിലും ഇറ്റലിയിൽ നിന്ന് വിളിക്കുമ്പോഴേ
ചിലവരൊക്കെ വൈകുന്നേരങ്ങളിൽ വിളിക്കും. രാവിലെ ഈ സമയത്ത് ഞാൻ ആരും വിളിക്കുന്നില്ലല്ലോ. ഈ സമയത്ത് ഞാൻ 4.5 മണിക്കൂർ ബാക്കിലാണ് ഇറ്റലി. അപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. വൈകുന്നേരങ്ങളിൽ ഞാൻ വിളിക്കുമ്പോഴത്തേക്ക് ചിലരൊക്കെ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ചോദിക്കാൻ എന്താ സ്വരം കേൾക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ചിലപ്പോൾ 1-ാം നിലയിലൊക്കെ നിൽക്കുന്ന സമയങ്ങളിലാണെങ്കിൽ അപ്പോൾ പറയും ജനാലയുടെ തൊട്ടങ്ങാപ്പുറത്ത് മരത്തിൽ ഇന്ന കിളികളിരിക്കുന്നുണ്ട്. അപ്പം ഞാനത് ഇമാജിൻ ചെയ്തുകൊണ്ട് ഒരു നൊസ്റ്റാൾജിയ എനിക്ക് വരും. കർത്താവേ, ഈ 2 വർഷം പ്രിയ മക്കളെ, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നാട് ഞാൻ കാണുമോ എന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ അന്തരീക്ഷം കൊണ്ടാണ്. എനിക്കെതിരായി പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികളെ ഓർത്തിട്ടാണ് ഞാൻ ഭാരപ്പെട്ടിരുന്നത്. എന്നെങ്കിലും ഈ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമോ, ഇനി ഇവിടെ വരാൻ പറ്റുമോ, ഈ സ്വരം കേൾക്കാൻ പറ്റുമോ. അവർ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ എനിക്കും ആ സ്വരം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ കുറേ വ്യത്യസ്തമായിട്ടുള്ള സ്വരങ്ങളാണ് കേൾക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത് ഒരു നാട്ടിലും ഇങ്ങനത്തെ സ്വരം ഇല്ല കേട്ടോ. ഞാൻ ഒരു മിനിറ്റ് മിണ്ടാതിരിക്കാൻ, നിങ്ങളൊന്ന് കേട്ടോണം. നീ ജീവനോടെ ഉണർന്നിരിക്കുന്നതെന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഇപ്പോഴും കേൾക്കുന്ന സ്വരം. ആ ഏക തെളിവ് നിൻ്റെ ദാനമാണ് ഇന്നത്തേക്ക്. ദൈവത്തിന് ഒന്ന് ഇത് കേട്ട് കഴിയുമ്പം തന്നെ ഒരു മിനിറ്റ് കണ്ണടച്ചെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ, ഈശോയെ നന്ദി, ഈ പുതിയ ദിവസത്തിനായിട്ട് നന്ദി. പിന്നെ നമ്മളെ നാട്ടിലെ ഓട്ടോയുടെ ടക്ക് 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 ശകടത്തിൻ്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ നന്ദി ചൊല്ലേണ്ടത് ആവശ്യമാണ്. നന്ദി ചൊല്ലി സ്തുതിക്കുവാനായി നിത്യ ദൈവത്തിൻ സന്നിധി ചേർന്നിടാ. രക്ഷകം പറയാമങ്ങേ സദാ മുക്തഗാനം പാടി. പാട്ട് പാടുകയല്ല ഇപ്പം ഞാൻ പറയുക, രാവിലെയൊക്കെ തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നതേ ഉള്ളൂ. മുക്തഗാനം പാടി വാഴ്ത്തിടാമുദ. അതാണ് നന്ദി ചൊല്ലി നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് രാവിലത്തെ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നത്തെ സമയത്തോട്ട് കടന്നു പോകുമ്പം ഒരു വണ്ടർമെൻ്റാണ് എനിക്ക് ഓരോ ദിവസവും. ഞാൻ ഈ വീട്ടിൽ കൂടെ ബാത്റൂമിലോട്ട് പോകാൻ ഹോളിൽ നിന്ന് എൻ്റെ മുറിയിലോട്ട് കിടക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന ഈ ഒരു കാര്യം, അത് വാട്ടർ ബോഡിയൊക്കെ നേരത്തെ കണ്ട വീഡിയോയിൽ ഞാൻ വന്നതിൻ്റെ ആ സമയം തന്നെ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ആ വെയ്ക്കൻ്റായിട്ട് പുല്ലില്ലാത്ത അപ്പുറത്ത് കാണുന്നത്, ഇതിപ്പോൾ 2 മഴ പെയ്താലും അവിടെ മുഴുവനും വെള്ളമായിരിക്കും. മീൻ പിടിക്കാനായിട്ട് കൊതുമ്പ് വെള്ളത്തിൽ ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതാണ്. പിന്നെ പുഴ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ കാണുമ്പം ദൈവത്തിന് ഞാൻ നന്ദി പറയും. ഞാൻ ചുമ്മാതെ ഇങ്ങോട്ടൊന്ന് നോക്കി, ഈശോയെ ഇവിടെ ഒരു വീട്, ഇങ്ങനെ ഒരു വീട്, ഇത്രയും ഉയരത്തിലൊരു വീട് ഞാൻ ചൂസ് ചെയ്തതാണ്. ഈ നില എന്ന് പറഞ്ഞാൽ ഇത് കെട്ടിടം ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ബിൽഡറിന് ആര് വിറ്റോ അവരുമായിട്ട് 10-20 സംതിങ് വർഷങ്ങളിലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവരാണ് ഇത് വിറ്റത് ബിൽഡറിന്. അപ്പോൾ ആ അങ്കിളാണ് എബ്രാം അങ്കിൾ എന്ന് വന്നിട്ട്, എബ്രാം മാത്യു, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ജോസ്ഫീന ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു വീട് ഇവിടെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് കാണുകയും പറയുകയും ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താമല്ലോ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഹസ്ബൻഡ് സമ്മതിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥനയുടെ 3.5 വർഷത്തെ പ്രാർത്ഥനയാണ്. അതൊക്കെ ഞാൻ ചില വീടുകളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു വീടിന് വേണ്ടി ഹോട്ടലിൽ താമസിച്ചാൽ വലിയ ഹോട്ടലിലൊക്കെയാണ്, ഡീലക്സ് റൂമൊക്കെയാണ്. പക്ഷേ അതെൻ്റെ അഡ്രസ്സ് ആവില്ല. എനിക്കൊരു അഡ്രസ്സ് വേണമെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് കർത്താവ് അഡ്രസ്സ് തന്നു. 2ാമത്തെ പോയിന്റ് പറയട്ടെ, നിങ്ങൾക്ക് അഡ്രസ്സ് ഇല്ലാണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇരിപ്പിടം നിങ്ങളുടേതെന്ന് പറയാൻ 1 സെൻറ്റ് 2 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും വീടുകൾ വയ്ക്കുന്നുണ്ട്. അതിനകത്ത് 2 തന്നെ വെക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരു വീട് വെച്ച് നിങ്ങളെ സുസ്ഥിരപ്പെടുത്താനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു അനുഗ്രഹം 1 വർഷം, 1.5 വർഷം, 2 വർഷം, 3 വർഷത്തിന് താഴെ നിങ്ങൾക്ക് വീടില്ലാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരു വസ്തു മേടിക്കാനായിട്ട്, വസ്തു മേടിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു 2-3 സെൻറ്റിൻ്റെ കാര്യം, അങ്ങനെ ഒരെണ്ണം വാങ്ങി നിങ്ങളുടെ കാല് സ്ഥിരതപ്പെടുത്താനായിട്ട്. നിങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്നും ഒരു കാര്യം കാണാനായിട്ട്. 2 വർഷം ഒരു അന്തരീക്ഷം കണ്ടു, അടുത്ത 2 വർഷം വേറൊരു അറ്റ്മോസ്ഫിയർ കണ്ടു, അടുത്ത 2 വർഷം എവിടെയെങ്കിലും ചേരി പ്രദേശത്തിനടുത്ത് രാവിലെ പോയാൽ അവിടുത്തെ ആൾക്കാർ തുണി ഇറക്കുന്ന സ്വരമായിരിക്കും കേൾക്കുന്നത്. ഇവിടെ ഇപ്പം നിങ്ങളങ്ങനെ പിന്നെ ഇപ്പം പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാം മെഷീനായിരുന്നല്ലോ.
മെഷീനിലുള്ള അലക്കായതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയുന്നതാണ് എൻ്റെ ഒരു സന്തോഷം. അതെന്നുമുണ്ട്. എന്തെങ്കിലും ഞാൻ ചുമ്മാ എൻ്റെ ഈ മുറിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഇതിൻ്റെ വിസ്തൃതി, ഇതൊരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റാണ്. ഇത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ആകെ ഉള്ളത് 3 മുറിയാണ് പ്രിയപ്പെട്ടവർ. അംബാനിയുടെ പോലെ 10 മുറി 27 കോടി രൂപയുടെ വീടൊന്നുമല്ല. അങ്ങനെയല്ല. ഓരോ ഇഞ്ചും എനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ അനുഭവമാണിതെനിക്ക്. എനിക്ക് ഈശോയോട് നന്ദി പറയാം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാൻ പറയും, നന്ദി യേശുവേ. ഈ അന്തരീക്ഷം എനിക്കിപ്പോൾ എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ വലിയ വീടുകൾ കാണാം, നിങ്ങൾക്ക് ഇതിനേക്കാളൊക്കെ സൗകര്യങ്ങളുള്ള വീടുകൾ കാണാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ വലിയ കോടീശ്വരന്മാരായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നിങ്ങളുടെ കോടികളുടെ വിലയുള്ള ആ വീടിനേക്കാളും എനിക്ക് ഈ വീട് വിലപ്പെട്ടതാണ്. കാരണം ഞാൻ എന്നും പറയും, ഇത് അർഹതപ്പെടാത്തൊരു സംഭവമാണിത്. ആൾക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജോലി ചെയ്യാൻ വരുന്നതാണോ, ഇവിടെയാണോ മാഡം ജോലി ചെയ്യുന്നത്? ഒരാൾ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എന്താണ്, എൻ്റെ ഇറ്റലിയിലെ വീട്ടിലൊരു മലയാളി വന്നു. അപ്പോൾ പുള്ളിക്കാരനാണ്, ഞാൻ നൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നൈറ്റി ഇടുന്നതാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടം, എനിക്ക് വിസ്താരത്തിൽ നടക്കാം, പാൻറ്റ് ഷർട്ട് ഇടുന്നതിനോട് തണുപ്പ് കാലത്ത് ഇടും, അത് ആവശ്യം കൊണ്ടാണ്. പക്ഷെ നാട്ടിൽ വരുമ്പോഴൊക്കെ 1000 രൂപയൊക്കെ വിലയുള്ള, എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്തിട്ടുകൊണ്ട് വന്ന ഉടുപ്പിനേക്കാളും വിലയുള്ളതാണ് വീട്ടിലിടുന്ന നൈറ്റികൾ വാങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കത് ഇഷ്ടമാണ്, അത് ഇട്ടുകൊണ്ട് നടക്കുന്നത് എനിക്ക് വലിയ താല്പര്യം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ വീടിനകത്ത് നിങ്ങളിടുന്ന വസ്ത്രം ചേരത്തില്ലെന്ന്. നമുക്കെന്താ ചേരുന്നത്, നമ്മളല്ലേ തീരുമാനിക്കുന്നത്. അത്രമാത്രം ആൾക്കാർ പഴി പറയാറുണ്ട്. പക്ഷേ എൻ്റെ ദൈവത്തിന് ഞാൻ എത്ര നന്ദിയോടെയാണ് അതാ കേട്ടോ, എന്താ പറയണം, പോകുന്നില്ലേ? വാവ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞാണ് കണിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതേപോലെ റോഡൊക്കെ ഉണ്ട്, ആ റോട്ടിൽ കൂടെ എല്ലാം ബസ്സുകൾ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇതിനു മുൻപ് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂ ഏജ് പിന്നെ ഇതാണ് പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദി ആറ്റിറ്റ്യൂഡ്. ദൈവം നന്ദി പറയുമ്പോഴത്തേക്ക്, ഞാൻ എന്നും പറഞ്ഞിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്തി, ഒരെണ്ണം വന്ന് നന്ദി യേശുവേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ 10 പേരെ അല്ലേ സൗഖ്യപ്പെടുത്തിയത്, നീ ഒരാളെ വന്നുള്ളൂ, ബാക്കി 9 പേര് എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ബാക്കി 9 പേര് എവിടെയും പോയിട്ടില്ല, അവരവിടെയൊക്കെ തന്നെയുണ്ട്. ഇത് സൗഖ്യം മേടിച്ച് വെച്ചാൽ അവരവരുടെ പോക്കിന് പോയി, അവരുടെ പാട്ടിന് പോയി, അത്രേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഓരോ കാര്യങ്ങൾക്കും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ ലങ്സിന് ട്യൂബർകുലോസിസ് മൂലമാണ് സെയിൻറ്റ് ഫൗസ്റ്റീന മരിച്ചത്. അപ്പോൾ അവരെന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചിലപ്പോഴൊക്കെ ദാഹം കൊണ്ട് അവർക്ക് എഴുന്നേറ്റ് പോകാനൊന്നും വയ്യാണ്ട് കിടക്കയിലായ ഒരവസ്ഥയുണ്ട്. അപ്പോൾ ആശുപത്രിയിൽ നിന്നൊക്കെ ചിലപ്പം കൊണ്ടുവന്ന് എൻ്റെ 2-ാം ദിവസമൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കും, ഒരു ഇച്ചിരി വെള്ളം തൊണ്ടെന്ന് എനിക്കൊന്ന് ഇറക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. അത്ര കഠിനമായ വേദനയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ലങ്സ് റോട്ടണായി പോയായിരുന്നു, ദ്രവിച്ച് പോയായിരുന്നു. അപ്പോൾ ഒരു കന്യാസ്ത്രീ അങ്ങോട്ട് കയറി വന്നിട്ട്, സിസ്റ്റർ ഫൗസ്റ്റീന, എന്തൊരു മണമാണ് ഇതിനകത്ത്, എന്തൊരു നാറ്റമാണ് ശവം ചത്ത് ചീഞ്ഞ കണക്ക് മാറുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഫൗസ്റ്റീനമ്മ പറഞ്ഞത്, അത് പുള്ളി എപ്പോഴും ഇങ്ങനെ ഹമ്പിളായിട്ടുള്ള ആളാണല്ലോ, അയ്യോ അത് സിസ്റ്ററെ ശവമൊന്നും അല്ല, അത് എൻ്റെ അകത്തു നിന്ന് വരുന്നതാണെന്ന്, എൻ്റെ അകം നച്ച് ചത്തു പോയിട്ടുണ്ട്, അതായത് അളിഞ്ഞിരിക്കുകയാണ് ലങ്സ്. അന്നേരമുള്ള വേദന ഒന്ന് തീരുമാനിക്കുക. ഒരു ചുമ കട്ടിയായിട്ട് പിടിച്ചാൽ ചിലപ്പം നമ്മൾ പറയാറുണ്ട്, ചുമച്ച് മൂത്രം പോയെന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ചുമച്ച് വയറിന് നെഞ്ചത്ത് വേദന ഉണ്ടായെന്ന് പറഞ്ഞു. ശരിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം ഒരു കന്യാസ്ത്രീ സുപ്പീരിയർ ആയിരുന്നെന്നാണ് എൻ്റെ ഉദ്ദേശം. പുള്ളിക്കാർക്ക് കയ്യിൽ ഒരു ഓറഞ്ചുമായിട്ട് വരും, മനസ്സിലായോ? ഓറഞ്ച് അവിടെ ഈ വിൻ്ററിലാണ്, ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നത്, വിൻ്ററിലാണ് ഓറഞ്ച് കിട്ടുന്നത്. അപ്പോൾ ആ ഓറഞ്ച് കൊണ്ടുവന്ന് ഇവരുടെ കയ്യിൽ കൊടുത്തപ്പോഴത്തേക്ക് അത് മേടിച്ച് സിസ്റ്റർ അങ്ങ് പോയി, അത് മേടിച്ച് പകുതി തിന്നിട്ട് പകുതി അവിടെ വെച്ചിട്ട് പറഞ്ഞു, ദൈവമേ ഞാൻ തൊണ്ടയൊന്ന്
വറ്റി വരളുന്ന കണക്കായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നിരുന്നപ്പോഴാണ് ആ സിസ്റ്റർ കൊണ്ടുവന്നത് തന്നെ. അതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞു. പിന്നെ അവിടെ കിടന്നുകൊണ്ട് ഒരു ഓറഞ്ചിന് അങ്ങ് നന്ദി പറഞ്ഞേക്കുക. പുള്ളിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്ര വറ്റി വരണ്ടിരിക്കുന്ന ഒരു തൊണ്ടയിലോട്ട് ഇച്ചിരി മധുരവും ഇച്ചിരി പുളിയും ഇച്ചിരി നീരും ഇറങ്ങി ചെന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ആശ്വാസം കിട്ടി. അപ്പോഴാണ് ഇത് ഇങ്ങനെ പറഞ്ഞത്. ഞാൻ സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ മാതിരി എനിക്കാകാൻ ചോദിച്ചു. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, ഐ വാണ്ട് യു ടു ബി ലൈക്ക് സെയിൻറ്റ് ഫൗസ്റ്റീന. എൻ്റെ ആറ്റിറ്റ്യൂഡ് അത് വേറെ വല്ലവരോടും പറഞ്ഞാൽ മതി ഈശോ. എനിക്ക് എൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. എനിക്കിഷ്ടം ഇന്ത്യയിൽ വന്ന കേരളത്തിൽ വന്നാൽ എനിക്കിഷ്ടമുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്, ഞാൻ സ്ഥിരം കാണുന്ന ആൾക്കാരുണ്ട്, കടകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകണം, എൻ്റെ ഫ്രണ്ട്സുണ്ട്, അവരുടെയൊക്കെ വീടുകളിൽ പോകണം. ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ്. സെയിൻറ്റ് ഫൗസ്റ്റീന എന്ന് പറഞ്ഞാൽ കഴിയുന്നത് എത്രയും ഈശോയോട് കൂടെ ഇരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്നല്ല പറയുന്നത്, നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം. കാറിൽ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും കൊന്തയുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. അപ്പോഴും കർണക്കൊന്ത ചൊല്ലി. ഇനി കർണക്കൊന്ത ചൊല്ലാനുള്ള മൂഡിലല്ലെങ്കിൽ ഞാൻ കുറേ പ്രാവശ്യം ഈശോയെ ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഈശോയെ അങ്ങേക്ക് നന്ദി പറയുന്നു, ഐ ലവ് യു ലോഡ്. ഇങ്ങനെ ലവ് യു ലോഡ് പറഞ്ഞ് കരച്ചിൽ വരുന്ന അവസരങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയ മക്കളെ, ഇത് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് നിങ്ങളെ മുഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ നന്ദി പറയലായിരിക്കാം ദൈവത്തിന് കൂടുതലായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് തോന്നുന്നത് കേട്ടോ. ഞാനിത് എന്നും ഉദാഹരണം പറയാറുണ്ട്. ചെറിയൊരു മാല നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ബർത്ത്ഡേക്ക് മേടിച്ചുകൊണ്ട് പോയി. അടുത്ത ദിവസം നിങ്ങൾ ഇച്ചിരി കഴുത്തിറങ്ങി ഉടുപ്പൊക്കെ ഇട്ടിട്ടേ പോകത്തുള്ളൂ. ആര് കണ്ടാലും ചോദിക്കണം, അയ്യോ ഒരു പുതിയ മാലയാണല്ലോ, ഇത് എന്താ? അപ്പോൾ പറയാം, എൻ്റെ ഹസ്ബൻഡ് മേടിച്ച് തന്നാണ്. അപ്പോൾ അത് ഞെളിഞ്ഞ് നമ്മൾ കാണിക്കും. അഹങ്കാരത്തിൻ്റെ, ഹസ്ബൻഡിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൻ്റെ കാണിക്കലാണ്. അല്ലാതെ സ്വർണ്ണമാല കിട്ടിയതിൻ്റെ അല്ല, എന്തോ സമ്മാനം നമുക്ക് തന്നു. അപ്പോൾ സ്വർണ്ണമാലയാണെങ്കിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ച് സന്തോഷം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം ഓരോ ദിവസവും എന്തുമാത്രം ഗിഫ്റ്റുകളാണ് തരുന്നത്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു, ഭർത്താവ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു, നന്ദി പറയണം. അതിനാണ് നന്ദി പറയേണ്ടത്. അങ്ങോട്ട് പോകുന്ന പല ഭർത്താക്കന്മാരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല, മനസ്സിലായോ? നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ വീട്ടിൽ വന്ന് വൈകുന്നേരം കയറി കഴിഞ്ഞാൽ നമ്മൾ നന്ദി പറയണം. എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ നന്ദി പറഞ്ഞാൽ ദൈവം ആയുസ് കൂട്ടിത്തരുമോ ഇല്ലയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ദൈവത്തെ അത് പ്രീതിപ്പെടുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മൾ നന്ദി ഉള്ളവരാണെന്ന് ദൈവം മനസ്സിലാക്കും. അനുഗ്രഹം തന്നോടായിരിക്കില്ല. അതങ്ങനെ ഗ്യാരണ്ടി ഒന്നും വചനത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു എന്ന് ദാവീദ് പറയുന്നുണ്ട്. ആനന്ദം കൊണ്ട് നിറയുന്ന നമ്മൾ ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ നമുക്ക് ആനന്ദം കൊണ്ട്. നിങ്ങളുടെ ആഹാരം ഇന്ന് നിങ്ങളുടെ മേശയിൽ നിങ്ങൾക്ക് വിളമ്പാനുണ്ട്, കുട്ടികൾക്കും വേണ്ടപ്പെട്ടവർക്കും വിളമ്പാനുണ്ട്, നിങ്ങൾക്കും ഭക്ഷിക്കാനുണ്ട്. നന്ദി പറഞ്ഞേക്കണം. 2 നേരമേ ഉള്ളായിരുന്നായിരിക്കും, നന്ദി പറഞ്ഞേക്കണം. അല്ലെങ്കിൽ 1 നേരമേ ഉള്ളൂ, നന്ദി പറഞ്ഞേക്കണം. കാരണം 1 നേരം പോലും കഴിക്കാനില്ലാത്ത ആൾക്കാരെ ഞാൻ വഴിയിൽ കാണാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലതുമായിട്ട് ഇവിടെ അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് കടയിൽ നിന്ന് വരുമ്പോൾ മിക്കവാറും എല്ലാം പൈസ കൊടുക്കുമായിരുന്നു. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവർ പൈസ കൊടുത്താൽ അവർ കടയിലൊക്കെ വലിയ കടകളിലൊന്നും നല്ല കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു ചായയോ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. ചിലപ്പോൾ അവർക്ക് വീടുണ്ടാകാം. പക്ഷേ മനുഷ്യനെ പിന്നെ 2 വർഷം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് 2 വർഷം ഞാൻ അങ്ങനെ സഹായിക്കുന്നുണ്ടായി. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ വരുന്ന വഴിയിൽ ഇരിക്കുന്നതാണ്. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ നിന്ന് കൊണ്ട് ഇറങ്ങിയപ്പോൾ പിന്നെ അയാളെ കാണാണ്ടായപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. എവിടെ പോയെന്നറിയില്ലല്ലോ, മരിച്ചു പോയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ചെയ്ത ആ ഒരു പുണ്യപ്രവൃത്തി നമ്മുടെ കൂട്ടത്തിൽ വരും നമ്മൾ മരിക്കുമ്പോൾ. നന്ദി പറയുക പ്രിയ മക്കളെ. ഇനി ഞാനിത് നീട്ടിയാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എനിക്കും മറ്റ് പ്രാർത്ഥനകളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഒരു കാപ്പി കുടിക്കുന്നതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളെ കർത്താവിൽ സ്നേഹിക്കുന്നു. അത് നിങ്ങൾ ആലോചിച്ചോളും. എൻ്റെ പ്രാർത്ഥന എല്ലാ അരളിക്കയുടെ മുൻപിലും ഇരിക്കുമ്പോഴും ഈ എൻ്റെ വീഡിയോ ഞാൻ പല പ്രാവശ്യമായിട്ട് എടുത്ത് പറയുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാണുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ എഴുതുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വല്ലവർക്കും ഒരു ഒരു മാറ്റം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അത് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് നിങ്ങൾ ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഒരിക്കൽ ഒരു ക്ലാസ് പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടു, സിസ്റ്ററിൻ്റെ ടോക്ക് കഴിഞ്ഞ് വെച്ചപ്പോൾ തൊട്ട് ഞാൻ 1 മണിക്കൂറോളം അവിടെ മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ ഒരാളുടെ ആത്മാവിൽ അത് സ്പർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റിവാർഡ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കൊക്കെ യൂട്യൂബിൻ്റെ ഏതാണ്ട് പ്ലേറ്റ് എന്ത് സാധനം പറയുന്നത് ട്രയാങ്കിളിലുള്ള ഒരിത് കിട്ടുന്നുണ്ടല്ലോ. നമുക്ക് ട്രോഫിയോ എന്താണേലും കണ്ടിട്ടുള്ളതേ ഉള്ളൂ വീഡിയോയിൽ. എനിക്കതൊന്നും കിട്ടി ഞാൻ മരിക്കുമെന്ന് യാതൊരു ബോധ്യവുമില്ല. പക്ഷേ ഞാൻ ഒരാളുടെ ആത്മാവിനെ സ്പർശിച്ചു എന്നുള്ളത് എൻ്റെ ചാരിതാർത്ഥ്യമാണ് ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത്.
ഈ ദിവസം ഈ മാസം അവസാനിക്കാൻ പോണു. നിങ്ങൾക്ക് ഇപ്പോൾ പകുതി ആയിട്ടുണ്ട്, കഴിഞ്ഞ് ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ അല്ലേ ഉള്ളൂ. ഈ വർഷം 28 ഉള്ളൂ ഫെബ്രുവരി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ് നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വല്ലപ്പോഴും ഈ ജോസ്പിനെയും കുടുംബത്തിനെയും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ചേക്കണം. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നാനാ ഭാഗത്തുനിന്ന് ഓരോരുത്തർ പറയണം കൃഷ്ണമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെ കൃഷ്ണ അങ്കിളിനും വേണ്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ ദൈവമേ സന്തോഷമാണ് എനിക്ക്. ഞാൻ കാണപ്പെടാത്ത ഒരു ഫാമിലിയാണ് നിങ്ങൾ എനിക്ക് എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക്. കാരണം വെച്ചാൽ എനിക്ക് ഒത്തിരി നമ്പേഴ്സ് ഓഫ് ആൾക്കാരില്ല, കുറേ പേര് കിടക്കുന്നുണ്ട്, പക്ഷേ ആ കാണുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. എനിക്ക് നിങ്ങൾ ഒരു ഫാമിലി മെമ്പർ, ഒരു ആത്മീയ ഫാമിലി മെമ്പറിനെ പോലെയാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഓർത്ത് ആരും എന്നെ കണ്ടിട്ടില്ല, വളരെ ചുരുക്കം ആൾക്കാരാണ് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അതായത് യൂട്യൂബിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. നിങ്ങളുടെ ഓരോ ആത്മാവും എന്തെങ്കിലും പരിവർത്തനം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ നിങ്ങളിപ്പോഴും ഇതിനകത്ത് സ്റ്റേ ചെയ്ത് എൻ്റെ വീഡിയോകൾ കാണുന്നത്. ദൈവത്തിന് നന്ദി പറയാണ്. അപ്പം കേരളത്തിന് ജീവൻ വെച്ച് വരുന്നുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തിൽ കോട്ടയത്തിന് ജീവൻ എല്ലാവരും ഒക്കെ കോട്ടയം ഉണർന്നുകൊണ്ടിരിക്കുന്നു. കാരണം മനുഷ്യന്മാരൊക്കെ വണ്ടികളൊക്കെ ആയിട്ടൊക്കെ ഇച്ചിരി നമ്പർ കൂടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ക്ലസ്റ്റർ ഓഫ് വീടുകളാണ് ഇവിടെ. അവർക്ക് കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു 5-10 വീടുകൾ ഈ ഇതിനകത്തുണ്ടെന്നാണ്. അങ്ങനെ നമുക്ക് ഇന്ന് പാടിയ കിളികൾക്കും നന്ദി പറയാം. ഓരോ പ്രാവുകളും എല്ലാ കിളികളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ പ്രഭാതം എൻ്റേതാണ്. അതെൻ്റെ ഈശോയോട് നന്ദി പറയാനുള്ളതാണ്. ചെയ്ത നന്മകൾക്കെല്ലാം. എന്തോ പാട്ടുകളൊക്കെ വരുന്നുണ്ട്, വല്ലപ്പോഴൊക്കെ കേട്ടുള്ള ഓർമ്മയാണ്. നമ്മൾ ഈ കേരളത്തിൽ നിൽക്കാത്തതുകൊണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ്. അരളിക്കയിൽ നോക്കിയിരിക്കുക, വിസ്തോർബാന കാണുക, പിന്നെ കർണക്കൊന്ത ചെല്ലുക, പിന്നെ ഇങ്ങനെ നന്ദി പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുക. ഇതൊക്കെയാണ് എൻ്റെ 3-4 പ്രാർത്ഥനകൾ. അല്ലാണ്ട് നമുക്ക് വലിയ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല. എന്താണ് വലിയ കടിച്ചാപ്പൊട്ടാത്ത വാക്കും കാര്യങ്ങളും ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനൊന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കറിയില്ല. എൻ്റെ ഹൃദയം ഈശോയുടെ മുന്നിൽ തുറന്ന് കാട്ടാൻ എനിക്ക് കഴിയും. അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.